ഇതെൻ്റെ വർക്കിംഗ് ആയിട്ടുള്ളൊരു ദിവസത്തെ സ്റ്റഡി റുട്ടീനാണ്. വർക്കിംഗ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ യൂഷ്വലി ഈവനിംഗ് ആണ് പഠിക്കാറ്. എനിക്ക് രാവിലെ അത്ര സമയം കിട്ടാറില്ല പഠിക്കാനായിട്ട്. ഇത് എൻ്റെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് 2 days മുന്നേ ആണ്. അപ്പം ഞാൻ കുറച്ച് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, റീസണിങ് അതൊക്കെ റിവൈസ് ചെയ്യുമായിരുന്നു. എൻ്റെ ഇപ്പം ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം കഴിഞ്ഞു. എനിക്ക് തോന്നിയത് എക്സാം കുറച്ച് ടഫർ സൈഡിലായിട്ട് തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് ഫേസിനെ കമ്പയർ ചെയ്യുമ്പം സെക്കൻഡ് ഫേസിൽ ക്വസ്റ്റ്യൻസ് സിലബസിനോട് അലൈൻഡ് ആയിരുന്നെങ്കിലും എക്സാം മൊത്തത്തിൽ പറയുമ്പോൾ എനിക്ക് ടഫായിട്ടാണ് തോന്നിയത്. ഇപ്പം ഫസ്റ്റ് ഘട്ടം നമുക്ക് കണ്ടപ്പോൾ തോന്നിയത് മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് മാത്സ്, മെൻ്റൽ എബിലിറ്റി, റീസണിങ്, അതുപോലെ ഇംഗ്ലീഷ്, മലയാളം. ആ ഒരു എക്സ്പെക്റ്റേഷനിൽ നമ്മൾ സെക്കൻഡ് ഘട്ടത്തിൽ നമ്മൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അല്ലെങ്കിൽ അവിടുന്ന് ക്വസ്റ്റ്യൻസ് എഴുതി തുടങ്ങിയാൽ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയത് നമ്മുടെ കുറച്ച് ടൈം കളയും എന്നാണ്. കാരണം ബ്ലഡ് റിലേഷനൊക്കെ പോലെയുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ പോലും മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, വേറെയും ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ടാണ് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എനിക്ക് തോന്നിയത്, കൺഫ്യൂസിങ് ആയിട്ടും. ഇപ്പം ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും കമ്പയർ ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നിയത് രണ്ടും രണ്ട് തരത്തിൽ ടഫായിരുന്നു എന്നാണ്. ഫസ്റ്റും സെക്കൻഡും ഘട്ടത്തിൽ എക്സാം കഴിഞ്ഞവർക്കൊക്കെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം. എനിക്കിനി മെയിനായിട്ടും വരുന്ന എക്സാം CPO ആണ്. നെക്സ്റ്റ് വരുന്നത് CPO ആണ്. അത് കഴിഞ്ഞ് പിന്നെ 10th ലെവൽ എക്സാംസ്. ഇപ്പം 10th ലെവൽ എക്സാംസിൻ്റെയും ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ. 3rd സ്റ്റേജിൽ ഇനി എക്സാം എഴുതുന്നവർക്കൊക്കെ ഓൾ ദ ബെസ്റ്റ്. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.